ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് നെല്ലിക്കുന്ന്. അപ്പോൾ ആ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. ഇത് നെല്ലിക്കുന്ന് പള്ളിയാണ്. നെല്ലിക്കുന്ന് ആണ് ലൊക്കേഷൻ വരുന്നത്. ചേലക്കോട്ടുകാരുടെ അടുത്താണ് നെല്ലിക്കുന്ന്. ഇതോട് ഈ പള്ളിയോട് ചേർന്നൊരു സ്കൂളും ഒക്കെ ഉണ്ട് കേട്ടോ. ഗ്രോട്ടമാതാൻ രൂപമാണ് ഈ കാണിക്കുന്നത്. സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ ഉള്ളിലുള്ള ഗ്രോട്ടമാതാൻ രൂപമാണ് ഈ കാണിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ വേദി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലവും ഉണ്ട് കേട്ടോ. ഇതാ സൂപ്പറായിട്ടില്ലേ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടുള്ള ഗ്രോട്ടമാതാവിൻ്റെ രൂപം കാണുമ്പോൾ. ഇതാണ് പള്ളിയിട്ടാ. വർഷങ്ങളുടെ പഴക്കമുള്ളൊരു പള്ളിയാണ്. പുതുക്കി പണിത പള്ളിയാണ് കേട്ടോ. സൂപ്പർ പള്ളിയാ. സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ഈ പള്ളി കണ്ടാ. ഈ പള്ളിയുടെ ഉൾഭാഗം കാണണം. കണ്ടാ, ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. ഇത് ഭംഗിയ കാണല്ലേ. ആ കാണുന്നത് ഔസേപിതാവിൻ്റെയും കർത്താവിൻ്റെ രൂപമാണ്. പിന്നെ ആ നടുവിലിരിക്കുന്നത് സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപമാണ്. കണ്ടാ, പള്ളിയുടെ മോൾ ഭാഗമാണ് കാണിക്കുന്നത്. കുരിശിൻ്റെ പാതയാണ് കാണിക്കുന്നത്. ഇതാണ് സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപം. നടുവിലിരിക്കുന്നത്. തൊട്ട് മുകളിൽ ക്രൂശിത രൂപമുണ്ട്. കണ്ട, ഇതാണ് മാതാവിൻ്റെയും കർത്താവിൻ്റെ രൂപം. പള്ളിയുടെ ഉൾഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. കുരിശിൻ്റെ പാതയാണ് തൊട്ട് മുകളിൽ കാണിക്കുന്നത്. ഇത് സൂപ്പർ പള്ളിയല്ലേ. ഇതേ കണ്ട, എന്ത് ഭംഗി കാണാൻ. സെബസ്ത്യാനോസ് പുണ്യാളൻ ചർച്ച കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. സെബസ്ത്യാനോസ് പുണ്യാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ എല്ലാ കൊല്ലവും സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ജനുവരിയിലുള്ള പെരുന്നാളൊക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ ചിക്കൻ പോക്സ്, വസൂരി തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടാണ് ഈ പുണ്യാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ പുണ്യാളൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് പേർക്ക് ഈ അസുഖങ്ങളൊക്കെ വിട്ടുമാറിയിട്ടുണ്ട്. ഒരുപാട് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഈ പുണ്യാളൻ്റെ പ്രാർത്ഥനകൾ ഇപ്പോൾ ഏപ്രിൽ മാസം മെയ് മാസം സമയങ്ങളിലൊക്കെ മെയ് മാസം സമയങ്ങളിലൊക്കെ ഈ പുണ്യാളനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒരു പൈശാചിക ബാധകൾ രക്ഷപ്പെടാനൊക്കെ ഈ പുണ്യാളനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വീടുകളിലൊക്കെ ഈ പുണ്യാളനെ വിളിച്ച് എന്നും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും, ഈ പള്ളി മാത്രമല്ല എല്ലാ പള്ളികളിലും, ലോകത്തുള്ള എല്ലാ പള്ളിയും സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പെരുന്നാൾ ജനുവരി മാസത്തിൽ ആഘോഷിക്കും. അമ്പ് പെരുന്നാളാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ പുണ്യാളൻ്റെ അമ്പ് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഈ പുണ്യാളൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പുണ്യാളനെ വിളിച്ച് പുണ്യാളൻ്റെ പ്രത്യേകം പ്രാർത്ഥനയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും അമ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യാളനാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ പുണ്യാളൻ്റെ അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ. ആർത്തുങ്കൽ, കാഞ്ഞൂർ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. കണ്ട, എന്തൊരു ഭംഗി കാണാനല്ലേ. കണ്ട, ക്രൂശിത രൂപം, എല്ലാ രൂപം വാങ്ങൽ കാണിക്കുന്നുണ്ട് ഞങ്ങൾ. സെബസ്ത്യാനോസ് പുണ്യവാളൻ ഇത് ഈ ഭാഗം ഉയർത്തുന്നതിൻ്റെ കർത്താവാണ്. കണ്ട, ചുറ്റും പൂക്കൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് യേശുവിനെയൊക്കെ. കണ്ട, ആ ബൈബിൾ ഭാഗം തുറന്നിരിക്കുന്നത് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സഹായൻ്റെ യാചന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാചന ഭാഗമാണ് തുറന്നിരിക്കുന്നത്. കണ്ട, പൂക്കൾ വെച്ച് അലങ്കരിച്ചേക്കുക. സൂപ്പറായിട്ടില്ലേ. കണ്ട കണ്ട ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.